കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ മൂന്നാം മുറ പ്രയോഗിച്ചത് വകുപ്പുതല അന്വേഷണത്തിലും സ്ഥിരീകരിച്ചു. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ACP KC സേതുവിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കുന്നത്. CCTVയിൽ ഉൾപ്പെടാത്ത പോലീസുകാരും തന്നെ മർദ്ദിച്ചെന്ന് കേസ് ഒതുക്കാൻ 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും ആക്രമണത്തിന് ഇരയായ VS സുജിത്ത് പറഞ്ഞു. പ്രതികളായ ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കസ്റ്റഡി മർദ്ദന പരാതി ഉയർന്ന ഘട്ടത്തിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ACP KC സേതുവാണ് വകുപ്പുതല അന്വേഷണം നടത്തിയത്. സുജിത്തിനെ പോലീസ് ജീപ്പിൽ വെച്ചും വാഹനം വഴിയിൽ നിർത്തിയിട്ട് മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പോലീസുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. GD ചാർജ് ശശിധരൻ സ്റ്റേഷന് പുറത്തുനിന്ന് നടന്നു വരുന്നത് CCTVയിലുണ്ട്. സ്റ്റേഷന് പുറത്ത് വെച്ച് മർദ്ദനം നടന്നതിന്റെ തെളിവായി ഇക്കാര്യം അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലേക്ക് ചൂരലുമായി ഉദ്യോഗസ്ഥർ പോകുന്നത് CCTVയിലുണ്ട്. ഇവിടെ വെച്ച് SIയുടെ നേതൃത്വത്തിൽ മർദ്ദനം നടന്നിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ട് അനുമാനിക്കുന്നു. കേസ് പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്നും പണം വാഗ്ദാനം ചെയ്തെന്നും മർദ്ദനത്തിനിരയായ VS സുജിത്തും പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരും പറഞ്ഞു. 20 ലക്ഷം രൂപയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്ന ഏതൊരു ഓഫർ അവർ എടുക്കാൻ തയ്യാറായിരുന്നു. ഇത് CCTVയിൽ പെടാത്ത ശശിധരൻ, അതുപോലെ ഡ്രൈവറായിരുന്ന ഷുഹൈർ, അവർ CCTVയിൽ തല്ലണമായിട്ട് CCTVയിൽ ആ റൂമില്ല. അവിടുന്ന് കഴിഞ്ഞ് നേരെ സ്റ്റേഷൻ്റെ 2ാം നിലയ്ക്കാണ് എന്നെ കൊണ്ടുപോയത്. കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം എൻ്റെ അടുത്തേക്കാണ് പലരും വന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്തേക്ക് കേസ് പിൻവലിക്കണം, അവരുടെ ജീവിതമാണ്, അത് കാരണം അവസാനിപ്പിക്കണമെന്നുള്ള പല ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. VS സുജിത്തിന്റെ ഹർജിയിൽ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി നേരിട്ടാണ് പോലീസ് മർദ്ദന കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. മീഡിയ 1 തൃശൂർ.